ഹലോ, ഞാനും എൻ്റെ കസിനും കൂടി ഇന്ന് ഗുരുവായൂർ വരെ പോവുകയാണേ. അവൻ പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഗുരുവായൂർ വരെ പോയായിരുന്നു. ഞാനും വിചാരിച്ചു കുറേ നാളായില്ലേ പോവാമെന്ന്. സോ ഗുരുവായൂർ ഞങ്ങൾ ട്രെയിനാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകണമായിരുന്നു. അപ്പോൾ ബസ്സിൽ പോകാമെന്ന് വെച്ചു. ബസ്സിലൊക്കെ കയറി പകുതി ആയപ്പോഴത്തേക്ക് റോഡ് ബ്ലോക്കാക്കി പോലീസ്. ബിക്കോസ് മറ്റേ മുഖ്യമന്ത്രി ഇതുവഴി പോകുന്നുണ്ടായിരുന്നു. റോഡൊക്കെ ബ്ലോക്കാക്കി ഞങ്ങൾ എന്തായാലും എത്തി, റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് ടൈമിലെത്തി. ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആര്യാസിൽ കയറിയിട്ട് മസാല ദോശയും ഒരു വടയും ഫിൽറ്റർ കോഫിയാണ് പറഞ്ഞത്. മസാല ദോശ ആസ് യൂഷ്വൽ അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി. പക്ഷേ ഫിൽറ്റർ കോഫി എനിക്ക് അത്രയ്ക്ക് ഇതായില്ല. എന്തോ ഒരു പഴയ ഒരു ടേസ്റ്റ് ഇപ്പോൾ ആ ഫിൽറ്റർ കോഫിക്ക് എനിക്ക് തോന്നിയില്ല അവിടുത്തേത്. അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ സ്റ്റേഷനിലോട്ട് പോയി. ട്രെയിൻ വരാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നു, ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ലേറ്റ് ആയിരുന്നു. അവിടെ കുറച്ച് നേരം പോസ്റ്റായി. പിന്നെ ട്രെയിനൊക്കെ വന്നു, ട്രെയിനിൽ കയറി. ഞാൻ കാലിൽ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് നെയിൽ പോളിഷ് ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നെയിൽ പോളിഷൊക്കെ ഇട്ട് തരികയാണ് എന്തായാലും കെയറിങ് ഏട്ടായി, കെയറിങ് ബ്രദർ. ലാസ്റ്റ് ഞങ്ങൾ വെളുപ്പിന് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. നേരെ പടിഞ്ഞാറ് നടയിലുള്ള ഒരു കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന ഒരു ഡോർമെറ്ററി സൗകര്യമുള്ളതാണ്. അവിടെ ചെന്നു, കുളിച്ചു ഫ്രഷായിട്ട് നേരെ കിഴക്കേ നട വഴി തന്നെ അമ്പലത്തിൽ കയറാമെന്ന് വെച്ചാൽ അങ്ങോട്ട് നടക്കുകയാണ്. ഒരു 3-3:30 ആയതേ ഉള്ളായിരുന്നു. പെട്ടെന്നായിരുന്നു എല്ലാം. അധികം ആളും ഇല്ലായിരുന്നു ആ ടൈം ആയതുകൊണ്ടായിരിക്കും മേ ബി. അവിടെ എത്തിയപ്പോൾ പൂ കണ്ടു, എന്തായാലും വെക്കാമെന്ന് വെച്ചു. അമ്പലത്തിൽ വന്നതല്ലേ, കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ മുല്ലപ്പൂവൊക്കെ വെക്കുന്നത്. നല്ല നല്ല മുല്ലപ്പൂവായിരുന്നു. നല്ല ചേട്ടനുമായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം അവിടെ കിടന്ന് മുല്ലപ്പൂ വെക്കാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ചു. കുറേ നാൾക്ക് ശേഷം ആയതുകൊണ്ടായിരിക്കും. ആ ചേട്ടന് ദയ തോന്നി എനിക്ക് കുറച്ച് കമ്പി സ്ലൈഡ് കൊണ്ടു തന്നു. അപ്പോഴാണ് തലയിൽ ആ മുല്ലപ്പൂ ഒന്ന് ശരിക്കും ഇരിക്കാൻ തുടങ്ങിയത് തന്നെ. മുല്ലപ്പൂവൊക്കെ വെച്ച് ഞങ്ങൾ നേരെ ഇനി ബാഗും ഫോണും എല്ലാം വെക്കണമല്ലോ, അതുവഴി തന്നെ അമ്പലത്തിനകത്തോട്ട് കയറി. നല്ല രസമുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത്. ഏതാണ്ട് ഒരു 10 വർഷമെങ്കിലും ആയിക്കാണ് ഞാൻ അമ്പലത്തോട്ട് വന്നിട്ട്. ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു ആ ടൈമിൽ. ആരും അധികം ഇല്ല, ഒരു പ്രത്യേക ശാന്തി സമാധാനം. അങ്ങനെ ഇപ്പം ഞാനാണെങ്കിൽ ബാഗും എല്ലാം പെട്ടെന്ന് കൊണ്ട് വെക്കാനുള്ള ഓട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. വെച്ചിട്ട് വേണം ക്യൂവിൽ പോയി നിൽക്കാൻ. പിന്നെ തൊഴുതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രസാദ കൗണ്ടറിൽ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാൽപ്പായസം മേടിക്കണമെന്നായിരുന്നു എനിക്ക്, പക്ഷേ 9:30 തൊട്ടേ കൊടുത്തു തുടങ്ങത്തുള്ളൂ. അപ്പോൾ അത്രയും ടൈം നമുക്ക് കളയാൻ വേണ്ടി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കളഭവും വെണ്ണയും മേടിച്ചു. എനിക്ക് വെണ്ണ ഭയങ്കര ഇഷ്ടം കേട്ടോ. അവന് വെണ്ണ അത്ര താല്പര്യമില്ല, അവൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇതല്ല. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ ആ ഒരു പാക്കറ്റ് വെണ്ണ അവിടെ ഇരുന്ന് ഫുള്ളിരുന്ന് കഴിച്ചു. എനിക്ക് വെണ്ണ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെറുതെ ഇരുന്ന് വെണ്ണ തിന്നാറുണ്ട്, ചുമ്മാ ഒന്നുമില്ലാണ്ട്. അൺസോൾട്ടഡ് ആയിട്ടുള്ള വെണ്ണയായിട്ട് ഞാനിരുന്ന് തിന്നും. ഞാൻ ബ്രെഡിൽ തേച്ചിട്ട് പച്ചയായിട്ടിരുന്ന് തിന്നും. അതൊക്കെ കഴിഞ്ഞ് അവിടെ വന്നല്ലേ, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. ഞങ്ങൾ നേരെ മെയിൻ നടയിലോട്ട് പോയി. അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ു. ചെറിയ ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കോൾഡ് കോഫി കുടിക്കാമെന്ന്. ഒരു ഹോട്ട് കോഫിയും കുടിച്ചു, ഞാൻ കോൾഡ് കോഫിയും കുടിച്ചു. എങ്ങനെ അത്ര രാവിലെ തന്നെ ഞാൻ അതൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതുവഴി ഇങ്ങനെ നടന്ന് ഇനി കിഴക്കേ നട വഴിയാണ് ഇറങ്ങുന്നത്. നമ്മുടെ കിഴക്കേ നടയിൽ ഒരു കടയിൽ കയറി നല്ല അടിപൊളി മാലയും കമ്മലും ഒക്കെ ഉണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നിട്ട് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് നടന്നു പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു രാവിലെ നടക്കാനായിട്ട്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് ഇനി അവിടുന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, ടിക്കറ്റൊക്കെ എടുത്തു. നേരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. വടക്കുന്നാഥനിലൂടെ പോകാമെന്ന് വെച്ചു. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ പാലപ്പവും വെജ് കറിയും അവൻ ഇടിയപ്പവും വെജ് കറിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് നേരെ ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ഞങ്ങൾ നേരെ വടക്കുന്നാഥനിലോട്ട് പോയി. ഞാൻ ആദ്യമായിട്ടാണ് വടക്കുന്നാഥനിലോട്ട് പോകുന്നത്. അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. കാരണം നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന ഈ അമ്പലത്തല്ലേ. ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വടക്കുന്നാഥൻ. ഒരു പ്രത്യേക ശാന്തി സമാധാനം, ഒരു ക്വയറ്റ് പ്ലേസ്. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആ പച്ചപ്പും കുറേ മരങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ തണുപ്പൊക്കെ അവിടെ ഫീൽ ചെയ്യും അവിടെ ചെന്നാൽ. അങ്ങനെ എനിക്ക് ഓവറോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.